ഇത് സിറ്റിയിൽ കുറെ ആൾക്കാർ നിറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരു ലോട്ടറി ഷോപ്പും ഉണ്ട്. ഇവിടെ ദിവസവും ജനങ്ങൾ കുറെ ലോട്ടറിയും വാങ്ങാറുണ്ട്. ഇവനാണ് അരവിന്ദ്. ഇവൻ ദിവസവും അധിഷ്ഠം അടിക്കുമെന്ന് ഈ ലോട്ടറി വാങ്ങാൻ തുടങ്ങും. ദൈവമേ, ഇന്നെങ്കിലും ഈ ലോട്ടറി എനിക്ക് അടിച്ചേ പറ്റൂ, പ്ലീസ് പ്ലീസ്. ഈ ലോട്ടറി ട്രൈ ചെയ്തോളൂ, ഇന്നാണ് പുതിയതായിട്ട് വന്നത്. പിന്നെ ലോട്ടറി വീണാലേ 5 കോടിയാണ് പരിസ്. 5 കോടിയോ? എന്റെ അമ്മോ, നിങ്ങൾ അത് താ. അതങ്ങ് അടിച്ചാലേ എന്റെ തലയെഴുത്തന്നെ മാറാൻ പറ്റും. പിന്നെ അത് കിട്ടിയാലേ രാത്രിയുടെ രാത്രി ഞാൻ വലിയ രാജാവ് തന്നെയാണ്. അരവിന്ദ് ആ ലോട്ടറിയും വാങ്ങിക്കഴിഞ്ഞു. പിന്നെ അവൻ അവിടുന്ന് പുറപ്പെട്ടും പോയി. അരവിന്ദ് പോകുന്ന വഴിയിൽ അവൻ ആലോചിച്ചു, അങ്ങനെ അവന് 5 കോടി ലോട്ടറി വീണാൽ അത് വെച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു ആലോചിക്കായിരുന്നു. എന്റെ തലവിധി എന്നെ മാറിക്കഴിയും. ഞാൻ ഒരു വലിയ ബംഗ്ലാവിലുണ്ടാവും. ഞാൻ പിന്നെ വലിയൊരു ആഡംബരമായ കാർ വാങ്ങും. എന്നെ ചുറ്റി മുഴുവനും ജോലിക്കാരുണ്ടാവും. ഇന്നും എന്തൊക്കെയോ ഉണ്ടാവും. അരവിന്ദ് തന്റെ വീട്ടിലേക്ക് അകത്തെത്തി. പിന്നെ അവൻ ആ ടിക്കറ്റ് അവന്റെ അമ്മേന്റെ അടുത്തും കൊടുത്തു. അമ്മേ, ഈ ടിക്കറ്റ് നിങ്ങൾ ഭദ്രമായിട്ട് വെക്കണേ. ഈ ടിക്കറ്റ് കൊണ്ട് നമ്മുടെ ജീവിതം മാറിയാലും മാറും ട്ടോ. നീയും നിന്റെ ഈ ഒരു ദുഷിച്ച പ്രവൃത്തിയും. ഇതുവരെ ലോട്ടറിയിൽ നീ എന്തെങ്കിലും ജയിച്ചിട്ടുണ്ടോ? പക്ഷേ അമ്മേ, ഈ ലോട്ടറിയിൽ തീർച്ചയായിട്ടും എനിക്ക് പൈസ വെക്കുന്ന വിശ്വാസമുണ്ട്. ഈ പ്രാവശ്യം എന്റെ തഴയെഴുത്ത് തന്നെ മാറും. ഇതൊക്കെ കേട്ട് കേട്ട് എന്റെ കാത് തന്നെ പുളിച്ചു. എന്തായാലും ശരി, ഈ ലോട്ടറി ഞാൻ തന്നെ വെച്ചിരിക്കാം, അതും വളരെ ശ്രദ്ധയോടെ. അടുത്ത ദിവസം നേരം മണി ഒരു 7 ഉണ്ടാവും. അരവിന്ദിന് ഒരു ഫോൺ വന്നിരുന്നു. ശബ്ദമോ ഏതോ ഒരു പെണ്ണിന്റെ ശബ്ദമായിരുന്നു. അരവിന്ദിന് അറിയോ ആ സംസാരിക്കുന്ന പെണ്ണ് ഒരു പ്രേതമായിരുന്നു എന്ന്? ഹലോ സാർ, ഇന്നലെ നിങ്ങൾ ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങിയോ? നിങ്ങൾക്ക് അതിന്റെ നമ്പർ എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും മാഡം. അമ്മേ, ആ ലോട്ടറി ടിക്കറ്റ് ഒന്ന് തരൂ. ഇതാ മോനെ. ഇതിന്റെ നമ്പർ 292126. ഓ ഗ്രേറ്റ്, കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് 5 കോടി രൂപ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അമ്മേ, ലോട്ടറി എനിക്കാണ് വീണത്. അതും അമ്മേ 5 കോടിയാണ് വീണത്. എന്താ സർ, പ്ലീസ് ഇന്ന് തന്നെ നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്ന് ഫോർമാലിറ്റീസ് ഒക്കെ ശരിയാക്കിക്കോളൂ. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജയിച്ച ആ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. മനസ്സിലായോ? ഞാൻ ഇന്ന് തന്നെ വരാം. എനിക്ക് നിങ്ങളുടെ അഡ്രസ് തരൂ. ഞങ്ങളുടെ അഡ്രസ് ഡയറീസ് ഓഫീസ്, സൺ ഹൈറ്റ്സ്, ഗോവിന്ദ് നഗർ. ശരി മാഡം, ഞാൻ വന്നോളാം. ആ പ്രേതം ഫോൺ കട്ട് ചെയ്തു. അരവിന്ദ് വളരെ സന്തോഷത്തിലായിരുന്നു. അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ ഈ പ്രാവശ്യം തീർച്ചയായിട്ടും എനിക്ക് ലോട്ടറി അടിക്കുമെന്ന്. ദൈവത്തിന്റെ അനുഗ്രഹവും അത് തന്നെ ആയിരിക്കും മോനെ. അതായത് നമ്മുടെ അവസ്ഥ അല്പം മാറണമെന്ന്. ആ ലോട്ടറി കമ്പനിക്കാരെന്താണ് മോനെ പറഞ്ഞത്? അവരെന്താ പറഞ്ഞ വെച്ചാൽ ഓഫീസിലേക്ക് വന്നിട്ട് ഡോക്യുമെന്റ്സും ലോട്ടറി ടിക്കറ്റും സബ്മിറ്റ് ചെയ്യാൻ. അവര് വേഗം തന്നെ പൈസ ട്രാൻസ്ഫറും ചെയ്തു തരും. വളരെ നല്ലത് മോനെ. അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ ഓഫീസിന് പുറപ്പെടുകയാണ്. ശരി മോനെ. കുറച്ചു നേരം കഴിഞ്ഞ് അരവിന്ദ് ആ ഓഫീസിലേക്കും പോയി. അവിടെ പോയി കണ്ടാൽ ശരിക്കും അതൊരു അണ്ടർ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ആയിരുന്നു. ലോട്ടറി കമ്പനി ഓഫീസ് എന്താ അണ്ടർ കൺസ്ട്രക്ഷനിലുള്ളത്? ഈ ബിൽഡിംഗ് ഇപ്പതാണ് കട്ടുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് ആ കമ്പനി നമ്പറിലേക്ക് ഫോൺ ചെയ്തു. മാഡം, ഈ ബിൽഡിംഗിൽ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് കറക്റ്റായ അഡ്രസ്സിലേ തന്നത്. അതെ സാർ, ഇതുവരെ ഈ കമ്പനി കെട്ടി തീർന്നിട്ടില്ല സാർ. പക്ഷേ ലാസ്റ്റ് ഫ്ലോറിൽ കുറച്ച് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ലാസ്റ്റ് ഫ്ലോറിലേക്ക് വരൂ. ശരി ശരി. അരവിന്ദ്രൻ എന്തായാലും ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ പണത്തിന് മുമ്പ് അവൻ അതൊന്നും നോക്കിയില്ല. അവൻ ആ പടിക്കെട്ടുമായി അവൻ നടക്കാനും തുടങ്ങി. അവൻ ലാസ്റ്റ് ഫ്ലോറിലും കയറിപ്പോയി നോക്കിയപ്പോൾ അവിടെ കണ്ടത് ഒരു ഓഫീസും അവിടെ ഇല്ലായിരുന്നു. എന്താ ഇത്? ആ ലേഡി ഇവിടെ ഒരു ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഇവിടെ ഒന്നും ഇല്ലല്ലോ. അരവിന്ദ് വീണ്ടും അവൻ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ ശ്രമിച്ചു. അപ്പൊ അവന് ആരോ ചിരിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. നിനക്കെന്താ ഇത്രയും തിടുക്കം? നിന്റെ കാശ് വാങ്ങിക്കൊണ്ടു പോ. ആ പ്രേതം കണ്ട ഉടനെ അവൻ വല്ലാതെ പേടിച്ചു തുടങ്ങി. തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ അവിടെയും ഇവിടെയും ഓടാനും തുടങ്ങി. അവൻ ഏത് ഭാഗത്ത് നോക്കി ഓടിയാലും പ്രേതം അവന്റെ മുമ്പെന്ന് പ്രത്യക്ഷപ്പെടുന്നു. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്, ഞാൻ എന്താ പാവം ചെയ്തത്? എന്നെ വിട്ടേക്ക്. നിന്റെ പണത്തിനോടുള്ള അത്യാഗ്രഹമാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. പിന്നെ ആ അത്യാഗ്രഹം
നിന്നെ കൊല്ലാൻ പോകുന്നു. ആ പ്രേതം അരവിന്ദിനെ അവിടുന്ന് തന്നെ മേലോട്ട് പൊക്കിക്കഴിഞ്ഞു. പിന്നെ അവനെ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അരവിന്ദ് മരിച്ചതിന് ശേഷം അവന്റെ അമ്മയ്ക്ക് ഒരു മെസ്സേജും വന്നു. അതായത് അവരുടെ അമ്മയുടെ അക്കൗണ്ടിൽ 5 കോടി ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന്. അവർ ഈ മെസ്സേജ് കണ്ടതിന് ശേഷം അവർ വല്ലാതെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ രാത്രി അവന്റെ ശവം വീട്ടിലെത്തിയപ്പോൾ അവരുടെ ജീവിതം വല്ലാതെ നഷ്ടവുമാക്കി. അവരെ കൊണ്ട് ഇത് സഹിക്കാനേ പറ്റില്ലായിരുന്നു. അയ്യോ എന്റെ പൊന്നു മോനെ, ദൈവമേ എനിക്ക് എന്റെ മോനെ തിരിച്ചു താ. എന്റെ മോൻ എന്റെ കൂടെ ഇപ്പോൾ ഇല്ല. പിന്നെ ഈ കാശ് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കിപ്പോൾ ഈ കാശ് കിട്ടിയിട്ട് എന്താ പ്രയോജനം? ഈ കാശ് എനിക്ക് എന്തിനാ? ആ ലോട്ടറി പ്രേതം കൊണ്ട് അരവിന്ദും മരിച്ചും പോയി. ഇപ്പൊ ആ പ്രേതം അടുത്ത ബലിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം അതേ ലോട്ടറി സ്റ്റാളിൽ മഹേഷും വന്നിരുന്നു. ഇവനും അതേ ലോട്ടറി ടിക്കറ്റ് വാങ്ങിയിരുന്നു. വൈകുന്നേരമായപ്പോൾ ആ പ്രേതം മഹേഷിനെ ഫോൺ വിളിച്ചു. പിന്നെ അത് തന്റെ അഡ്രസ് അവന് കൊടുത്തു. മഹേഷും ആ അണ്ടർ കൺസ്ട്രക്ഷൻ ബിൽഡിംഗിലേക്ക് പോയി. ആ പ്രേതം അവനെയും ടെറസിലേക്ക് വരാൻ പറഞ്ഞു. പ്രേതം കണ്ട ഉടനെ അവൻ വല്ലാതെ പേടിക്കാനും തുടങ്ങി. അപ്പൊ അവന് എന്താ ചെയ്യേണ്ടെന്ന് അവന് തീരെ മനസ്സിലില്ലായിരുന്നു. ശ്രീ ആഞ്ജനേയ നമഃ, ശ്രീ ആഞ്ജനേയ നമഃ, ശ്രീ ആഞ്ജനേയ നമഃ, ശ്രീ ആഞ്ജനേയ നമഃ. മഹേഷ് ശ്രീ ആഞ്ജനേയ നമഃ പറയാനും തുടങ്ങി. ഇപ്പോൾ നിന്നെ ആ ഹനുമാനെ കൊണ്ടുപോലും രക്ഷപ്പെടുത്താൻ പറ്റില്ല, അത്യാഗ്രഹി. മഹേഷ് അവിടുന്ന് ഓടാൻ വേണ്ടി എല്ലാ ശ്രമവും എടുക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അവന്റെ കാലും തെറ്റി അവൻ വീണു. പിന്നെ നേരെ അവൻ താഴെ തന്നെ വീണു. അവിടുന്ന് അവൻ മരിച്ചും പോയി. വീണ്ടും ഒരു അത്യാഗ്രഹി മരിച്ചു. മഹേഷിന്റെ ഭാര്യന്റെ അക്കൗണ്ടിലും 5 കോടി വീണു. പക്ഷെ അവളുടെ വീട്ടിലും അവളുടെ ഭർത്താവിന്റെ ശവമാണ് വന്നത്. മഹേഷിനെ പോലെ തന്നെ ആ അണ്ടർ കൺസ്ട്രക്ഷൻ ബിൽഡിംഗിൽ ആ പ്രേതം ഇതുപോലെ കുറെ പേരെ കൊണ്ടുവന്ന് മേളോട്ടുന്ന് കൊന്നുകളഞ്ഞു. പിന്നെ ആ ഒരു കുടുംബത്തിലെല്ലാവർക്കും അവരുടെ അക്കൗണ്ടിൽ 5 കോടിയും നൽകി. അതേപോലെ ലോകേഷ് എന്ന ഒരാൾ ആ ലോട്ടറിയിലേക്ക് ലോട്ടറി വാങ്ങാൻ വേണ്ടി വന്നു. ആ പ്രേതം അവനെയും വിളിച്ചു. പിന്നെ ആ അഡ്രസ്സും പറഞ്ഞു. ഇപ്പോൾ ഞാൻ പ്രതികാരം ചെയ്യും. യോഗേഷ്, നീയാണ് എന്റെ അവസാനത്തെ പ്രതികാരം. നീ കാരണമാണ് എന്റെ ജീവിതം തന്നെ നശിച്ചു പോയത്. ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിന്നോട് പ്രതികാരം ചെയ്യാതെ വിടില്ല. നിന്നെ കൊന്ന് ഞാൻ എന്റെ പ്രതികാരം തീർക്കും, തീർച്ചയായും. അപ്പോൾ ലോകേഷ് ആ അണ്ടർ കൺസ്ട്രക്ഷൻ ബിൽഡിംഗിൽ പോയപ്പോൾ അവന് വല്ലാതെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഇത് ഓഫീസായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. യോഗേഷ് അവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടി ശ്രമമെടുത്തു. പക്ഷെ അവന് പെട്ടെന്ന് എന്തോ കേൾക്കുന്ന പോലെ ഒരു ശബ്ദം കേട്ടു. യോഗേഷ്, യോഗേഷ്, യോഗേഷ്. കവിത, നീ എവിടെയുള്ളത്? എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല. പ്രേതം യോഗേഷിന്റെ മുമ്പിൽ എത്തി. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒരു പ്രേതമായി മാറിയിരിക്കുന്നു. എന്ത്? ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് നീ ഇങ്ങനെ കരഞ്ഞ് അഭിനയിക്കുന്നത്? ആ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ നിന്നെ കല്യാണം കഴിക്കാനായി എന്റെ വീടും അച്ഛനെയും അമ്മയും ഒക്കെ ഉപേക്ഷിച്ച് നിന്നോടൊപ്പം വന്നു. പക്ഷേ നീ എന്റെ സ്വർണവും എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അതെ, ഞാൻ അറിയേണ്ട തെറ്റ് ചെയ്താണ്. എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കണമെന്നോ? എന്റെ കയ്യിൽ അപ്പോൾ ഒന്നും തന്നെ ഇല്ല. ഞാൻ നിന്നെ തേടിക്കൊണ്ടേയിരുന്നു. അന്ന് ഞാൻ നിന്നെ തേടി തേടി അവസാനം ഈ ബിൽഡിംഗിലേക്ക് വന്നു ചേർന്നു. ചില റൗഡികളൊക്കെ ചേർന്ന് എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. എന്നെ ഇവിടെ തന്നെ കൊന്നുകളഞ്ഞു. നീ മരിച്ചാൽ മാത്രമേ എന്റെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ യോഗേഷ്. അതുകൊണ്ട് നീ മരിച്ചേക്ക് യോഗേഷ്. ആ ദിവസം മുതൽ ഞാൻ ഇതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പക്ഷേ നിനക്കൊരു ബാധിപ്പുണ്ടാക്കണമെന്ന് എന്റെ ആഗ്രഹമല്ല. കള്ളം.
എന്നെ നീ ഇവിടെ തനിച്ചാക്കിയിട്ട് പോയി. എനിക്കറിയാം നിനക്ക് ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്ന സ്വഭാവമുണ്ടെന്ന്. നീ എവിടേക്ക് വേണമെങ്കിലും പോയിരിക്കാം, പക്ഷേ നീ തീർച്ചയായും ലോട്ടറി ടിക്കറ്റ് വാങ്ങും. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത്. നിന്റെ അത്യാഗ്രഹം കാരണമാണ് ഞാൻ മരിച്ചുപോയത്. പക്ഷേ ഇപ്പോൾ ഞാൻ നിന്നെ വെറുതെ വിടില്ല. തീർച്ചയായും നിന്നെ വെറുതെ വിടില്ല. ആ പ്രേതം ദേഷ്യത്തോടെ അവന്റെ കഴുത്തും പിടിച്ച് തിരിച്ചു കളഞ്ഞു. യോഗേഷിന്റെ ചോര അവളുടെ മുഖത്തിലേക്ക് ആയപ്പോൾ അപ്പോഴാണ് അവൾ ശാന്തിയായത്. അന്നാണ് ആ പ്രേതത്തിന് മുക്തിയും കിട്ടിയത്. അവസാനം അവൾ വിചാരിച്ചത് നടന്നു. അതിനുശേഷം ആ ലോട്ടറി പേയ് ആരെയും ബലി വാങ്ങാനും ചെയ്തില്ല.